ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് 9/9 പോർട്ടലാണ്. അതുപോലെ തന്നെ ഫുൾ മൂൺ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ എനർജി എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എങ്ങനെയാണ് എഫക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമെല്ലാം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചേഞ്ച് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ എനർജി എല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ല രീതിക്ക് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു സ്ട്രെങ്ത് വരിക, അല്ലെങ്കിൽ ഒരു ബാലൻസ് വരിക എന്നുള്ളതാണ്. എന്ത് തരം ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇലുമിനേഷൻ വന്നിട്ടുണ്ട്. എഗെയിൻ നിങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി, ചേഞ്ചിന്റെ ക്ലാരിറ്റിയാണ്. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുക, റിലേഷൻഷിപ്പ് ഒന്നും കൂടി നല്ല രീതിക്ക് സ്ട്രോങ് ആകുക. പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട്. ഒരു ഈക്വാലിറ്റി വരിക, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഈക്വാലിറ്റി വരിക. പവറാണ്. എഗെയിൻ സ്ട്രെങ്ത് ഉണ്ടാവുക, പവർ ഉണ്ടാവുക, സ്ട്രോങ് ആകുക. ഗോയിങ് ഫോർവേഡ് വന്നിട്ടുണ്ട്. ഒരു ഫ്ലോ എന്നുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. ഈ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, എന്ത് തരത്തിലുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നത്? ക്ലാരിറ്റിയാണ്. 9 ഓഫ് സോർട്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കരമായിട്ടും വേദനിക്കുക, ആലോചിച്ച് പശ്ചാത്തപിക്കുക, കുറ്റബോധം ഉണ്ടാവുക, രാത്രിയൊന്നും ഉറക്കമില്ലാത്തൊരവസ്ഥ, എപ്പോഴും ചിന്തിച്ചിരിക്കേണ്ടി വരിക, ഒരു ഡിപ്രഷനിലേക്ക് പോവുക. ഇത്ര നാളും അവർ അങ്ങനെ ഒരു എനർജിയിലേക്ക് പോയിട്ടുണ്ടാവില്ലായിരിക്കും. മേ ബി നിങ്ങൾ അങ്ങോട്ട് അത്രത്തോളം അവരെ ചേസ് ചെയ്തോ, അല്ലെങ്കിൽ അവരെ വേണമെന്ന് അവരുടെ അടുത്ത് പറയുമ്പോഴോ അവർ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ഏത് എനർജിയിലാണോ, ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിരുന്നോ ആ ഒരു സ്ട്രഗിളിങ് അവസ്ഥ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചതുപോലെ അവർ അനുഭവിക്കുകയാണ് എന്നുള്ളതാണ്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഓർക്കുക. അതായത് റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഈ പേഴ്സൺ ഒരു കുറ്റബോധം ഇല്ലേ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇത്തിരി പോലും വിചാരമില്ലേ, അവർക്ക് ഇതൊന്നും നിങ്ങളിപ്പോൾ കരഞ്ഞു പറയുമ്പം അതൊന്നും അവർക്ക് മനസ്സില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെയുള്ള രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അവർ ആ ഒരു എനർജിയിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എത്രത്തോളം വേദനിച്ചു എന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നിങ്ങളോട് ചെയ്തത് ആലോചിച്ചിട്ട് അവർ നല്ല രീതിക്ക് കുറ്റബോധം ഉണ്ടാവുക, പശ്ചാത്താപം വരിക എന്നുള്ളതുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് ആണ്. ഒരു ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് അവർക്ക് ഇമോഷൻസിനോട് കണക്ട് ആവാൻ പറ്റുന്നത്. അവർക്ക് ഫീലിങ്സുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോഴാണ്. ഒരാളുടെ ഫീലിങ്സ് എങ്ങനെയായിരിക്കും, ഒരാളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എനർജിയിലാണ്, കറന്റ് എനർജിയിലാണുള്ളത്. സ്റ്റാർ കാർഡാണ്. ഹോപ്പ് വെക്കുകയാണ് അവര്, ഒരു പ്രതീക്ഷ കൈവിടാതെ വെക്കുകയാണ്. അതായത് നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ ഒരുപാട് അവരുടെ പുറകാലെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ
ഇതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഇങ്ങനെയൊക്കെ അതായത് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, അവരവിടെ തന്നെ സ്റ്റിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ. താഴെ വീണ കാർഡ് ഞാൻ എടുക്കുന്നില്ല. ഹെയറോഫന്റ് കാർഡാണ്. നിങ്ങളിലേക്കൊരു മാരേജിന്റെ ഓപ്ഷൻസ് തരിക, അല്ലെങ്കിൽ മാരേജിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ 999 എന്ന് പറയുന്നത് പോലും ഒരു ചേഞ്ച് ആണ് എപ്പോഴും പറയുകയാണെങ്കിൽ. അതായത് നെക്സ്റ്റ് ലെവലാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കൊരു പുതിയ ലൈഫ് അല്ലെങ്കിൽ പുതിയ ചേഞ്ചുകൾ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പം ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇത്ര നാളും നിങ്ങൾ ഹോപ്പ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാകാം, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾക്കൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഈ ഒരു പോർട്ടൽ വഴി നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ലൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. അതിലൊരു പോസിറ്റീവ് കാര്യമാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് മേ ബി നിങ്ങൾ മാരീഡ് ഒന്നും അല്ലാത്ത വ്യക്തികളാണെങ്കിൽ, മാരേജിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ അത് മാരേജിലേക്ക് തന്നെ വന്ന് എത്തും എന്നുള്ളതാണ്. അതിന്റെ തീരുമാനങ്ങൾ എത്തും നിങ്ങളിലേക്ക്. ചാരിയറ്റാണ് എഗെയിൻ മാരേജ് കാർഡിന് കൺഫർമേഷൻ ആണ്. ഇതൊരു പ്രപ്പോസൽ പോലെ അല്ലെങ്കിൽ ആലോചിച്ച് വരുന്ന രീതിയിൽ എല്ലാവരുടെയും സമ്മതത്തോടെ. ഇപ്പം നിങ്ങൾ വീട്ടുകാരൊന്നും സമ്മതിക്കാതെ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട്, മറ്റുള്ള ആളുകളാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, മാരേജിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും സമ്മതത്തോടെ അത് നടക്കും എന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് ആണ്. ഇത്രയും നാളും നിങ്ങളുടെ ഇടയിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, അതിപ്പം ഈ പേഴ്സണ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് കിട്ടിക്കഴിഞ്ഞു. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ്. അവർക്ക് പശ്ചാത്താപം വരിക, കുറ്റബോധം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് തന്നെ ഈ ഒരു ജഡ്ജ്മെന്റിലൂടെയാണ്. അത് കൊടുത്തിട്ടുള്ളത് യൂണിവേഴ്സാണ്. വേണമെങ്കിൽ കർമ്മ എന്ന് പറയാം, ഒരു ലെസൺ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ മനസ്സിലാക്കി കൊടുക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ആ ജഡ്ജ്മെന്റിന്റെ ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ജഡ്ജ്മെന്റ് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ആ ഒരു ഇത്ര നാളും ഇല്ലാത്തൊരു ചേഞ്ച് എന്തുകൊണ്ട് പെട്ടെന്ന് എന്ന് ചോദിച്ചാൽ, ഇത്രയും നാളും അവരൊരു ഹീലിങ്ങിലൂടെ വന്നു, ജഡ്ജ്മെന്റിലൂടെ വന്നു. ഇപ്പം അതിൽ അവർ മോചിതനായി എന്ന് പറയാം. ഓക്കെ, 5 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് നിൽക്കെ വേറൊരു റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ആ എനർജിയിലും അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അവർക്ക് ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർക്കതൊരു ടൈം പാസ് പോലെ അവർ അതിനെല്ലാം റിമൂവ് ചെയ്ത് കളയാൻ ഇപ്പോൾ തയ്യാറാണ്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണെങ്കിലും. ഹാങ്ഡ് മാൻ, ഇതെന്തായാലും ഒരു ചീറ്റിംഗ് എനർജിയാണ്. ഒരു ബന്ധം നിൽക്കുമ്പോൾ മറ്റൊരു ബന്ധം സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പം ആ എനർജിയിൽ അവർ റിമൂവ് ആവുന്നുണ്ട്, അവർ ഹീൽ ആയിട്ടുണ്ട്. അതിനൊക്കെയുള്ള കർമ്മകളായിരിക്കും മേ ബി അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവുക. ഹാങ്ഡ് മാൻ ആണ്. ആ ഒരു സ്റ്റെക്ക് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ചുറ്റിനുമുള്ള ആളുകളെ ആലോചിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കേണ്ടി വരിക, ഒരു ഡിസിഷൻ എടുക്കുമ്പം വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരിക, മറ്റുള്ളവരെ പേടിക്കേണ്ടി വരിക, നിങ്ങളെ പേടിക്കേണ്ടി വരിക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ട്. അവര് സ്വയം തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. മേ ബി അവർ ആക്ഷൻ എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ തയ്യാറാണ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള ലവേഴ്സ് കാർഡാണ്. ആൻഡ് അതേപോലെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സോൾ കണക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമായിരിക്കും. ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടായിരിക്കും. അതായത് ഈ പേഴ്സൺ വിട്ടു പോകുന്നുണ്ടാവില്ലായിരിക്കാം, എഗെയിൻ വരുന്നുണ്ടാകാം. അത് നിങ്ങളെ കൂടുതൽ ഒരു ട്രോമയിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വേദനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പം മനസ്സിലാക്കുക, അവിടെ ഒരു സോൾ കണക്ഷൻ ലൈക്ക് ഒരു പാസ്റ്റ് ലൈഫ് പോലെയുള്ളൊരു റിലേഷൻ നിങ്ങൾക്ക്, അങ്ങനെയുള്ള ഒരു റിലേഷൻ ആണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ സോളുകൾ തമ്മിൽ വേർപിരിഞ്ഞ് പോകുക എന്ന് പറയുന്നത് നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് തീരുമാനം എടുത്താലും സോളുകൾക്ക് അത് പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ എഗെയിൻ നിങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ആക്കുക. ഇവിടെ ഒരു ടവർ എനർജി വന്നിട്ടുണ്ട്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകാം. അതിനൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സോൾ കണക്ഷൻ, അതേപോലെ തന്നെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹം. ഇത്രയും നാളും അനുഭവിച്ചതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾ അനുഭവിക്കും. ഇതിൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരാം, എന്താ
ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാം. കാരണം ഈ പേഴ്സന്റെ ചേഞ്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആക്കാൻ, ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഒരു ഗോയിങ് ഫോർവേഡ് എന്നുള്ളതും ഫ്ലോ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ ലൈഫ് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പോവാന്നുള്ളതാണ്. ലൈഫിനെ ഈസി ആയിട്ട് എടുക്കുക. ഈസി ആയിട്ട് എടുക്കുമ്പോൾ സിറ്റുവേഷൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ടെമ്പററി സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. എല്ലാ വേദനകളെയും കാലം വായിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കോ ആ ദിവസത്തിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ തന്നെ മൂവ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.